കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പ്രധാന അങ്കത്തട്ട് തന്നെയാണ് നിയമം. പ്രമുഖരായ പലരും ഇവിടെ തെരഞ്ഞെടുത്തതും അതുകൊണ്ട് തന്നെയാണ്. രാഷ്ട്രീയ ആചാര്യന്മാരിൽ പ്രമുഖനായിരുന്ന നമ്മുടെ കെ കരുണാകരൻ വരെ നിയമനിയോജക മണ്ഡലം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ തെരഞ്ഞെടുത്തത് അതുകൊണ്ട് തന്നെയാണ്. രാഷ്ട്രീയ ചാണക്യൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം ഇവിടെ രാഷ്ട്രീയ പോർമുഖത്ത് പയറ്റിത്തെളിഞ്ഞവരിൽ ഒരു പ്രമുഖൻ തന്നെയാണ്. മാത്രമല്ല, ഇവിടുത്തെ ജനങ്ങളും അവരുടെ നിർണായകമായ വോട്ട് രേഖപ്പെടുത്തലിൽ അങ്ങേയറ്റം ശുഷ്കാന്തി ഉള്ളവരും പ്രബുദ്ധരുമാണ്. അതാണ് നിയമത്തിന്റെ പ്രത്യേകത. ഇവിടെ നമ്മളോടൊപ്പം ഉള്ളത് BJPയുടെ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്ന MR ഗോപനാണ്. 4 വട്ടം ജയം കഴിഞ്ഞ് ഇവിടുത്തെ ഇടതു വലത് പ്രത്യയശാസ്ത്രങ്ങളെ ഇവിടുത്തെ ജനഹൃദയങ്ങളിൽ നിന്നും തുടച്ചു മാറ്റി താമരയുടെ പരിമളവും സൗകുമാര്യതയും നൽകി ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഓരോ ആവശ്യങ്ങൾക്കും ഓരോ ദേശത്തിന്റെ ആവശ്യങ്ങൾക്കും വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും സാമൂഹ്യ പ്രതിബദ്ധതയും നടത്തിയ ആളാണ് MR ഗോപൻ. അതുകൊണ്ട് തന്നെയാണ് ഈ 4 വട്ടം താമര വിരിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതും ഇവിടെ ജനങ്ങളുമായി അത്രയും സമ്പർക്കം നിലനിൽക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒരൊറ്റ നോട്ടം നടത്താം. BJP ഇവിടെ വേരോടിയതിൽ ആദ്യത്തെ ഇതിൽ വിരിയിച്ച യോദ്ധാവെന്നുള്ള നിലയിൽ നേമത്ത് താങ്കളുടെ ജനസമ്പർക്കത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത് ജനങ്ങളുടെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ദാരിദ്ര്യം അനുഭവിക്കുന്ന, പട്ടിണി കിടക്കുന്ന, മേൽക്കൂരയില്ലാത്ത, വീടില്ലാത്ത, വസ്തുവില്ലാത്ത, കിടപ്പാടമില്ലാത്ത പാവങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ഒരു ജനപ്രതിനിധിയുടെ കടമ. കഴിഞ്ഞ 4 പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും അവിടെ രാഷ്ട്രീയം നോക്കാതെ, ജാതി നോക്കാതെ, മതം നോക്കാതെ ഈ സാധാരണക്കാരനോടൊപ്പം നിന്നുകൊണ്ട് സാധാരണക്കാരൻ്റെ വിഷയങ്ങൾ ഇടപെടുവാനും ഈ നാടിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത ഉൾക്കൊണ്ടുകൊണ്ട് മരാമത്ത് റോഡ് പണികൾ ചെയ്യുവാനും, കുടിവെള്ളം കൊടുക്കുവാനും, ലൈറ്റ് എത്തിച്ചു കൊടുക്കുവാനും, ഭവന നിർമ്മാണത്തിന് സഹായം ചെയ്തു കൊടുക്കുവാനും, എന്തിനു പറയുന്നു, അവരുടെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങൾക്കും ഒരു വെളിപ്പാടകലെ നിന്നുകൊണ്ട് അവരെ സഹായിക്കുന്നത് കൊണ്ട് മാത്രമാണ് വീണ്ടും വീണ്ടും ജനങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കും. ഇവിടുത്തെ വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കിലെടുത്താൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ രാഷ്ട്രീയക്കാർ തെരഞ്ഞെടുക്കുന്ന ഒരു തട്ടകമാണ് നിയമം. അതിൽ നമ്മുടെ പ്രമുഖനായ ചാണക്യ സൂത്രധാരൻ എന്ന് അറിയപ്പെട്ടിരുന്ന നമ്മുടെ പഴയ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ മുതൽ ഇങ്ങോട്ട് പലരും ഈ അങ്കത്തട്ടിന്റെ പോർമുഖത്ത് വിജയിച്ചും ഒക്കെ വന്നവരിൽ ഒരാളാണ് കെ കരുണാകരൻ. അപ്പോൾ അതുപോലെയുള്ള ഒരു തട്ടകത്തിൽ പ്രബുദ്ധരായ ഇവിടുത്തെ വോട്ടർമാരുടെ പ്രത്യേകത നിർണായക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ തങ്ങളുടെ സാമാജികരെ ഭരണശിരാ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിൽ വളരെ വിദഗ്ധമായ വോട്ടിംഗാണ് ഇവിടുത്തെ ജനത ചെയ്യുന്നത്, സാധാരണ മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ. അപ്പോൾ അത്തരത്തിൽ നിയമം എന്തുകൊണ്ടും പ്രബുദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇത് തട്ടകമായി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ശരിക്കും ഇടത് വലത് പ്രത്യയശാസ്ത്രങ്ങളുടെ അടിവേരോടിയ ഈ നിയമത്ത് അതിനെയെല്ലാം തച്ചുടച്ച് BJPക്ക് വരാൻ കഴിഞ്ഞതിൽ തൻ്റെ പ്രതിയോഗി എന്നുള്ള രീതിയിൽ മറ്റ് രാഷ്ട്രീയക്കാർ താങ്കളെ എങ്ങനെ കാണുന്നു, അതിനെയൊക്കെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത്? ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളെ അല്ലെങ്കിൽ ജനങ്ങളെ തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലൊക്കെ തന്നെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. വർഗീയമായി ചിന്തിക്കുന്നവരാണ്, BJP അടുപ്പിക്കാൻ പാടില്ല, BJP ഇവിടെ വന്നാൽ വലിയ കുഴപ്പങ്ങളുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് എതിരാളികൾ വീട് വീടാന്തരം കയറി ഇറങ്ങി ഇവിടുത്തെ ഉമ്മമാരെയും അമ്മമാരെയും സഹോദരി സഹോദരന്മാരെയും എൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങളെയും ഗുരുനാഥന്മാരെയും ഒക്കെ വഴിതെറ്റിക്കാനായിട്ടുള്ള നോക്കിയിട്ട് ഒന്നും ഫലിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവരുടെ ഏത് തരത്തിലുള്ള പ്രവൃത്തിയും ഇവിടുത്തെ നിയമത്തെ ആയാലും നിയമനിവാസികളായാലും പൊന്നുമംഗലത്തായാലും ഈ പ്രദേശത്ത് അതിനി വില പോകില്ല. ഒരു കാലഘട്ടം മുതൽ ഒരു കാലഘട്ടം വരെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയായി ഇവർ മാറിയിരിക്കുന്നു. അർഹതപ്പെട്ട പാവങ്ങൾക്ക് ആനുകൂല്യം കൊടുക്കണമെങ്കിൽ പാർട്ടി യോഗങ്ങൾ ചേർന്നുകൊണ്ട് പാർട്ടി ഏരിയ ബ്രാഞ്ച് കമ്മിറ്റി കൂടണം, അത് കഴിഞ്ഞാൽ ലോക്കൽ കമ്മിറ്റി കൂടണം, പിന്നെ ഏരിയ കമ്മിറ്റി കൂടണം. ഈ പാവപ്പെട്ടവൻ കൊടി പിടിക്കാൻ പോകണം, ഈ പാവപ്പെട്ടവനെ വെയിലത്ത് കൊണ്ട് നിർത്തി പാർട്ടിയുടെ സഖാക്കളും നേതാക്കളും വരുന്ന സമയത്ത് കുടുംബശ്രീയുടെയൊക്കെ പേരിൽ ഈ സഹോദരിമാരുൾപ്പെടെ കൊണ്ട് തെരുവോരങ്ങളിൽ നിർത്തി പീഡിപ്പിക്കുന്ന തരത്തിൽ മാനസികമായ സംഘർഷം ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള പ്രവൃത്തി ഇവർ നിരന്തരമായി ചെയ്തതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് തലസ്ഥാന നഗരത്ത് 10 ലക്ഷത്തിലധികം വരുന്ന പൊതുസമൂഹം 35 വാർഡുകളെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചത്. അതൊന്നും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള വാർഡുകൾ വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് തന്നെ വീണ്ടും കിട്ടുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പാർട്ടിക്ക് വേണ്ടിയിട്ട് ജനങ്ങളെ മിസ്യൂസ് ചെയ്യാതെ പാർട്ടിയിൽ വിശ്വാസമുള്ള ആളുകൾ പാർട്ടി പ്രവർത്തനത്തിൽ വരിക, ഒരു ആനുകൂല്യം കൊടുത്തിട്ട് നിങ്ങൾ കൊടിപിടിക്കാൻ വരണം എന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സന്ദേശത്തിൽ ഒരു കൗൺസിലർമാരും ഒരിടത്തും ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലെ മുഖമുദ്രയായിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കുന്നത്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പാർട്ടിയിൽ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. പക്ഷേ ജനങ്ങളെ ആനുകൂല്യം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ കിറ്റ് കൊടുത്തുകൊണ്ട് ആ പരിപ്പൊന്നും ഇവിടെ വേകുന്നില്ല.
ഇവരുടെ ചൂഷണങ്ങളൊക്കെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇവരെ ഇത്തരത്തിലുള്ള ചെപ്പടി വിദ്യകളൊന്നും ഈ പ്രദേശത്ത് വില പോകില്ല. തിരഞ്ഞെടുപ്പ് കാലഘട്ടം വരുമ്പോൾ ഞങ്ങൾ എല്ലാം വർഗീയമായ കുഴപ്പമാണെന്നൊക്കെ പറയും. പക്ഷേ ജനങ്ങളത് തള്ളിക്കളയും. വീട്ടിലിരിക്കുന്ന ഉമ്മമാർ അത് തള്ളിക്കളയും, വീട്ടിലിരിക്കുന്ന അമ്മമാർ അത് തള്ളിക്കളയും. ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ, അതുപോലെ മത സാമുദായിക നേതാക്കൾ ഒക്കെ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി താമര ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി ഒരു നിയമം വാർഡിൻ്റെ സമഗ്രമായിട്ടുള്ള വികസന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം ഞങ്ങളെ രണ്ട് കൈ നീട്ടി വീണ്ടും സ്വീകരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും നല്ല ഭൂരിപക്ഷത്തോടെ നിയമം വാർഡിൽ വിജയിക്കാൻ സാധിക്കും. കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരം നഗരസഭയിലെ ഭരണപക്ഷത്തിൻ്റെ കുത്തഴിഞ്ഞ സമ്പ്രദായങ്ങൾ, ഭരണ സംവിധാനങ്ങൾ, അഴിമതിയുടെ അങ്ങേയറ്റത്തെ ചെയ്ത്തുകൾ കോർപ്പറേഷൻ ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ ശക്തമായ ഒരു പ്രതിപക്ഷത്തിൻ്റെ പോർമുഖമാണ് അവിടെ കണ്ടത്. അതിൻ്റെ മുന്നിൽ താങ്കളും ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു വരുന്നത്, അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഫണ്ട് കൊണ്ട് ഇവിടെ ഉണ്ടായിരിക്കുന്ന പദ്ധതികൾ, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ അനന്തപുരിയുടെ വികസനോന്മുഖമായ കവാടങ്ങൾ തീർത്തതെല്ലാം കേന്ദ്രത്തിൻ്റെ ഫണ്ട് കൊണ്ടാണ്. കോർപ്പറേഷൻ്റെ അല്ലെങ്കിൽ ആ ഭരണസമിതിയുടെ കീഴിൽ ഒരു ആഹ്വാനങ്ങളും ഒരു പ്രത്യാശയും ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെ അതിജീവിക്കണമെന്നാണ് ഇപ്പോൾ താങ്കളുടെ നേതൃത്വത്തിലുള്ള BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം ഏറ്റെടുക്കുമ്പോൾ എത്തരത്തിലുള്ള പുരോഗമന സംവിധാനങ്ങളാണ്, വികസന സംവിധാനങ്ങളാണ് ഇവിടെ വരേണ്ടതെന്ന് ഉള്ളതിനെക്കുറിച്ച് പാർട്ടിക്കൊരു തത്വസംഹിതയുണ്ടോ? താങ്കളുടെ വ്യക്തിപരമായ രീതിയിൽ അതെങ്ങനെ കൊണ്ടുവരണമെന്നാണ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും പാർട്ടിക്ക് വികസിത അനന്തപുരി എന്ന കാഴ്ചപ്പാട് ബഹുമാനിയായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ ആ ടീമിൻ്റെ കാഴ്ചപ്പാടും ലക്ഷ്യബോധവുമാണ്. ഈ നഗരത്തിൽ പതിറ്റാണ്ടുകളായി ഭരിക്കുന്ന CPM നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണകൂടത്തിന് ഇത്രയും കാലം ചെയ്തു തീർക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ അധികാരത്തിലെത്തും. ഞങ്ങൾ അത് ചെയ്തു കാണിക്കും. 45 ദിവസത്തിനുള്ളിൽ ഇവിടെ വലിയ വികസിത അനന്തപുരിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രഖ്യാപനത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ ലോകാരാധ്യനായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിജി തന്നെ തിരുവനന്തപുരത്ത് എത്തിക്കൊണ്ട് ആ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ സെൻട്രൽ മിനിസ്ട്രി ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റിൻ്റെ ആൾക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് തലസ്ഥാന നഗരത്തിൽ ഇന്ന് വരെ കാണാത്ത സമഗ്രമായിട്ടുള്ള വികസനം, മാനത്ത് മഴ കറുത്താൽ വെള്ളക്കെട്ട് കൊണ്ട് പുറത്തു പോകാൻ സാധിക്കാത്ത തലസ്ഥാന നഗരത്തിന് മാറ്റമുണ്ടാക്കാൻ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ സാധിക്കും. മാലിന്യം കൊണ്ട് പൊറുതിമുട്ടുന്ന നഗരത്തിലെ ജനങ്ങൾക്ക് മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ടുള്ള അത്യുജ്വലമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തെരുവുവിളക്ക് കത്തിക്കുന്ന കാര്യത്തിൽ വലിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് സാധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ നഗരത്തിൻ്റെ വലിയ സമ്പൂർണ്ണമായിട്ടുള്ള വികസനത്തിന് വേണ്ടിയിട്ട് സൂറത്ത് മോഡൽ, സൂറത്തിലെ നമുക്കറിയാം മാലിന്യം കൊണ്ട് കൂമ്പാരമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അവിടെ പനിനീർ പൂക്കൾ വിരിയിച്ചുകൊണ്ട് സുഗന്ധം വമിക്കുന്ന തരത്തിലേക്കുള്ള ആ മാലിന്യ സംസ്കരണം നീക്കം ചെയ്തുകൊണ്ട് അതിൻ്റെ അന്നത്തെ ജില്ലാ കളക്ടറായിരുന്ന ശ്രീ നരഹരി തിരുവനന്തപുരത്ത് വന്ന് പാർട്ടിയുടെ പ്രതിപക്ഷ ലീഡർ എന്ന നിലയ്ക്കും പാർലമെൻ്ററി പാർട്ടി ലീഡർ എന്ന നിലയ്ക്കും അതിൻ്റെ മാർഗരേഖ ഒരു പൊതു സദസ്സിൽ വെച്ച് കൈമാറിയ അത് ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യം ലഭിച്ച ആളാണ്. അതുതന്നെയാണ് ബഹുമാനിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ പിന്തുടർന്നുകൊണ്ട് ഈ നാട്ടിൽ വരാൻ പോകുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം തന്നെ തിരുവനന്തപുരം നഗരസഭാ ഭരണത്തിനകത്തുണ്ട്. അത് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തെത്തിക്കും. ഈ 5 വർഷക്കാലം നടത്തിയിട്ടുള്ള അഴിമതി, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അഴിമതിക്ക് എതിരെയുള്ള പോരാട്ടം നടത്തുവാൻ, അതിന് നേതൃത്വം കൊടുക്കുവാൻ പാർലമെൻ്ററി പാർട്ടി ലീഡർ എന്ന നിലയ്ക്ക് എനിക്ക് സാധിച്ചു എന്നുള്ളത്. ഒരു അഴിമതി നമുക്കറിയാം, ഇവിടെ കിച്ചൺ ബിന്നുമായി ബന്ധപ്പെട്ട അഴിമതി. കിച്ചൺ ബിന്ന് നമുക്ക് നമ്മുടെ ചാല മാർക്കറ്റിൽ പോയൊരു ബക്കറ്റ് വാങ്ങി ഇനോകുലം ഉൾപ്പെടെയുള്ള ചില സാധനങ്ങൾ ചേർത്താൽ പരമാവധി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു 400 രൂപയ്ക്ക് കിട്ടുന്ന സാധനത്തിന് സർക്കാരിൻ്റെയും നഗരസഭയുടെയും സബ്സിഡി ചേർത്തുകൊണ്ട് ഒരു കരാറുകാരന് കൊടുക്കുന്നത് 1800 രൂപയ്ക്കായിരുന്നു. അതിൽ നിന്ന് രണ്ടാമത്തെ പ്രാവശ്യം ഞങ്ങൾ കൗൺസിലിനകത്ത് ബഹളം ഉന്നയിച്ചു, ഇതിൽ അഴിമതിയുണ്ട്, തട്ടിപ്പുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹളമുണ്ടാക്കിയപ്പോൾ അത് 1650 രൂപയാക്കി. ഒരു 400 രൂപയ്ക്ക് കിട്ടുന്ന സാധനത്തെ 1600 രൂപയും 800 രൂപയുമാക്കി അതിൽ കമ്മീഷൻ തട്ടുന്ന പാർട്ടിയായി ഒരുപക്ഷെ ഭരണകൂടം മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ജനങ്ങൾ വെറുക്കപ്പെടുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവതീ-യുവാക്കൾ തൊഴിൽ തേടി അലയുന്നു. അവർ വിദ്യാഭ്യാസം നേടിയിട്ട് എംപ്ലോയ്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ട് നാളെ തൊഴിൽ കിട്ടും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന സാധാരണക്കാരനെ തൊഴിൽ കൊടുക്കാതെ
ആര്യ രാജേന്ദ്രൻ സഖാക്കളെ ഇങ്ങോട്ട് പറഞ്ഞു വിടൂ, ജോലിയുണ്ട് എന്ന് ആനാവൂർ നാഗപ്പൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ കത്തെഴുതിയ കത്ത് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരികയും ആ പുറത്തു കൊണ്ടുവരുന്നതിൻ്റെ അന്ന് നടന്ന കൗൺസിൽ യോഗത്തിൽ ഇവിടെ മാധ്യമങ്ങൾ അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് കൗൺസിലിനകത്ത് ഏകദേശം 33 ദിവസത്തെ നീണ്ട സമരം, ആ സമരത്തിൽ 8 ദിവസം നിരാഹാരം അനുഷ്ഠിച്ച ഒരാളാണ് ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ സഹ കൗൺസിലർമാർ എല്ലാവരും, വനിതാ കൗൺസിലർമാർ ഉൾപ്പെടെ, വീട്ടിൽ കുട്ടികളും മക്കളും ഒക്കെയുള്ള അവരുൾപ്പെടെ ഇതിൻ്റെ സമര പോരാട്ടത്തിന് നേതൃത്വം നൽകി എന്നുള്ളതാണ്. അത് കൗൺസിൽ കവാടത്തിനകത്ത് കൗൺസിൽ യോഗം നടക്കുന്ന അടുത്ത് തന്നെ നമുക്കത് ചെയ്യുവാൻ സാധിച്ചു. അതിൽ വിജയം കൈവരിച്ചു എന്ന് പറയുന്ന ആ കത്ത് പുറത്തുവിട്ട യുവതി യുവാക്കൾ ഇവിടെ തൊഴിൽ തേടി അലയുമ്പോൾ അവർക്ക് ജോലി കൊടുക്കാതെ പാർട്ടി സഖാക്കൾക്ക് ജോലി കൊടുക്കാൻ കത്ത് പുറത്തുവിട്ടത് DR അനിലും ആര്യ രാജേന്ദ്രനുമായിരുന്നു എങ്കിൽ അതിനെതിരെയുള്ള സമര പോരാട്ടം കൊണ്ട് DR 55 പേരുടെ ഭൂരിപക്ഷമുണ്ടായിരുന്ന ഒരു ഭരണകൂടത്തിന് രാജിവെച്ച് പുറത്തു പോകേണ്ടതായിട്ടുള്ള ഒരു ഗതികേട് ഭാരതീയ ജനതാ പാർട്ടിയുടെ 35 കൗൺസിലർമാരുടെ സമര പോരാട്ടത്തിൻ്റെ വിജയമായി നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ തന്നെയായിരുന്നു ആ വിജയം കൊണ്ടുവന്നത്. ഇവിടെ ഇതിൻ്റെ സമീപത്തുള്ള നേമം സോണൽ ഓഫീസ്, ആ സോണൽ ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഒരു സൂപ്രണ്ട് എന്ന് പറയുന്ന ഒരു വനിത, നമുക്കറിയാം ഈ നികുതിപ്പണം, ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതിപ്പണം തട്ടിയെടുത്തു എന്നുള്ളത് വളരെ ഗൗരവപൂർവമായിട്ടുള്ള കാര്യമാണ്. അത് അവരെ സസ്പെൻഡ് ചെയ്യാൻ കഴിയാതെ, ഇടതുപക്ഷ യൂണിയനിലായതുകൊണ്ട് അവരെ സസ്പെൻഡ് ചെയ്യാതെ വീണ്ടും തുടർന്നപ്പോൾ സസ്പെൻഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തിയതും ഞങ്ങൾ തന്നെയാണ്. അങ്ങനെ ഈ നാടിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള അഴിമതികളെ പുറത്തു കൊണ്ടുവന്നുകൊണ്ട് നിരന്തരമായി അഴിമതി നടത്തുന്ന ഒരു ഭരണകൂടമായി ഇത് മാറിയപ്പോൾ അതിനെതിരെയുള്ള ശബ്ദം ഞങ്ങൾ ഉയർത്തി എന്നുള്ളതും, ആ ശബ്ദമുയർത്തിയതിൻ്റെ ഭാഗമായിട്ട് തലസ്ഥാന നഗരത്തിൽ നടത്തിയിട്ടുള്ള CPMൻ്റെ പാർട്ടി സമ്മേളനങ്ങളൊക്കെ തന്നെ ആര്യ രാജേന്ദ്രൻ്റെ ഭരണം, ആര്യ രാജേന്ദ്രനെ മേയറാക്കിയത് ഒരു ആനമണ്ടത്തരമായി പോയി എന്ന് ഞങ്ങൾ BJP അല്ല പറഞ്ഞത്, അവരുടെ പാർട്ടി സഖാക്കളാണ് പറഞ്ഞത്. ആ പാർട്ടി സഖാക്കൾ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ ലോക്കൽ കമ്മിറ്റി മുതൽ ഏരിയ കമ്മിറ്റി മുതൽ ജില്ലാ സമ്മേളനങ്ങൾ വരെ ഈ കാര്യം വിലയിരുത്തി തൊട്ടടുത്ത ജില്ലയായിട്ടുള്ള കൊല്ലം ജില്ലയിൽ പോലും ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള പരാമർശമുണ്ടായി. ആനമണ്ടത്തരമായി. ആ ആനമണ്ടത്തരം ഇന്ന് പൊതുസമൂഹത്തിൻ്റെ തലയിലേക്ക് അടിച്ചേൽപ്പിച്ചിരിക്കുന്നു എന്ന ദുഃഖകരമായിട്ടുള്ള സത്യം 13-ാം തീയതി റിസൾട്ട് വന്ന ശേഷം ഇവിടുത്തെ സാധാരണക്കാരൻ തിരിച്ചറിയും. മാധ്യമപ്രവർത്തകരായിട്ടുള്ള നിങ്ങളും ഞാനും ഉൾപ്പെടെ നമ്മുടെ കയ്യിലിരിക്കുന്ന ആധാർ, റേഷൻ കാർഡ്, പാസ്പോർട്ട്, സർവീസ് ബുക്ക്, ഏത് തരത്തിലുള്ള രേഖയുടെയും TC നമ്പറാണ്. ഇന്ന് നിങ്ങളുടെ വാർഡ് മാറുകയാണ്. മാറിയാൽ 13-ാം തീയതി കഴിഞ്ഞാൽ നിങ്ങൾ താമസിക്കുന്നത് ഏത് വാർഡിലാണോ ആ വാർഡിൻ്റെ നമ്പർ മാറുകയാണ്. ആ നമ്പർ മാറിയാൽ TC മാറുകയാണ്. TC മാറിയാൽ നമ്മുടെ സ്വത്തായി സൂക്ഷിക്കുന്ന ഇതെല്ലാം ആധാർ ഉൾപ്പെടെയുള്ള ആധികാരിക രേഖകളൊക്കെ മാറുകയാണ്. അപ്പോൾ പാസ്പോർട്ടിൽ അഡ്രസ് ചേഞ്ചിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ വെറും 3000 രൂപ അഡ്രസ് ചേഞ്ചിന് വേണ്ടി കൊടുക്കണം. സാധാരണക്കാരൻ്റെ തലയിലേക്ക് ഈ ഭാരങ്ങളൊക്കെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ആ ഭരണത്തിൻ്റെ വീഴ്ച മറച്ചു വയ്ക്കാനാണ് തിരുവനന്തപുരം നഗരത്തിലെ ഒരു വാർഡിൽ ജനസംഖ്യ ആനുപാതികത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില പ്രദേശങ്ങൾ കീറിമുറിച്ച് എടുക്കുവാൻ, ഒരു വാർഡ് കീറിമുറിക്കാൻ ഇത്രയും 10 ലക്ഷത്തിലധികം വരുന്ന പൊതുസമൂഹത്തെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട ഒരു ആവശ്യകതയില്ലാത്ത ഒരു സ്ഥലത്താണ് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്ന പാർട്ടിയെ ജനം തിരിച്ചറിയും. അതുകൊണ്ട് തന്നെ അവരെ ഈ കുറി ഭാരതീയ ജനതാ പാർട്ടി ഏറ്റവും നല്ല ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും. അധികാരത്തിൽ വന്ന ശേഷം ഇവർ പെർമനൻ്റായിട്ട് ഒരു വാർഡിൽ അടിസ്ഥാനപരമായ TC എന്ന് നിലനിൽക്കുന്ന തരത്തിലേക്കുള്ള സംവിധാനത്തെക്കുറിച്ച് ഭാരതീയ ജനതാ പാർട്ടി അധികാരം കിട്ടിയാൽ ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കും. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്ന എല്ലാ നടപടികളുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. സമരപോരാട്ടങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ 35 കൗൺസിലർമാർ വഹിച്ചിട്ടുള്ള പങ്ക്, പ്രത്യേകിച്ച് വനിതാ കൗൺസിലർമാരുടെ പങ്ക് വളരെ വലുതാണ്. കാരണം ഇന്ന് നഗരസഭയുടെ ചരിത്രത്തിൽ സമരപോരാട്ടങ്ങളുടെ സുവർണ ലിപികളാൽ എഴുതി വയ്ക്കാൻ സാധിച്ച സമരത്തിൻ്റെ വിജയം അവരുടെ ഭരണകൂടത്തിൽ ഒരാളെ രാജിവെപ്പിക്കാൻ സാധിച്ചു. ഈ അഴിമതികളെല്ലാം എണ്ണി നടക്കാത്ത ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ തട്ടിപ്പ്, അതുപോലെ തന്നെ കിച്ചൺ ബിന്നുമായിട്ടുള്ള ബന്ധപ്പെട്ട തട്ടിപ്പ്, അതുപോലെ സ്വന്തം പാർട്ടിക്കാരെ ജോലി കൊടുക്കാൻ തിരികെ കയറ്റാൻ കാണിച്ചിട്ടുള്ള വ്യഗ്രത, അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ നികുതിപ്പണം കട്ടെടുത്തുകൊണ്ട് പോകുന്ന ഉദ്യോഗസ്ഥൻ, കെട്ടിട നമ്പർ കൊടുക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് കൈക്കൂലി വാങ്ങിയ ഉദ്യോഗസ്ഥൻ, അങ്ങനെ ഇത്തരം ആളുകളെയൊക്കെ സംരക്ഷിക്കുന്ന
ഒരു ഭരണകൂടത്തിന് സംശുദ്ധമായിട്ടുള്ള ഒരു ഭരണം കാഴ്ചവെക്കുന്നതിന് പകരം അവരുടെ യൂണിയനിൽപ്പെട്ട സഖാക്കൾക്ക് എന്ത് വൃത്തികേടും കാണിക്കാനുള്ള ഒരു ലൈസൻസായി ഒരുപക്ഷെ ഈ നഗരസഭാ ഭരണകൂടം മാറി എന്നുള്ളതിൻ്റെ ദുരവസ്ഥയാണ് ഇന്ന് ജനങ്ങളെ സമീപിക്കാൻ പൊറുതിമുട്ടി നിൽക്കുന്നു എന്നാണ്. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ആളുകളെ പൊറുതിമുട്ടിപ്പിക്കുന്ന തരത്തിലേക്കുള്ള അവരുടെ പ്രവൃത്തി ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതും നമുക്കറിയാം. എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ആ സമര പോരാട്ടത്തിൻ്റെ വിജയം, നമ്മൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ള അഴിമതികൾ ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ നിരവധി ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ നിരവധി കൗൺസിലർമാർക്ക് മാധ്യമങ്ങളിലൂടെ സൈബർ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. നിരവധി പോലീസ് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ജയിലിൽ പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പൊതുമുതൽ നശിപ്പിക്കുന്ന തരത്തിലുള്ള കേസുകൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ക്രൂരമായി ഭരണസ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെ കൊണ്ട് കള്ളക്കേസുകൾ എടുക്കുമെന്ന സാഹചര്യമുണ്ടായി. അത് വനിതകൾ ഉൾപ്പെടെയുള്ള ആ സാഹചര്യത്തെയൊക്കെയാണ് അതിജീവിച്ച് ഭാരതീയ ജനതാ പാർട്ടി 7.5 വർഷക്കാലം പ്രതിപക്ഷ ലീഡറായി ഇരിക്കുവാൻ ഒരുപക്ഷെ പാർട്ടി എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ആ ചുമതല കൃത്യമായി നിർവഹിച്ചുകൊണ്ട് നിരവധി സമര പോരാട്ടത്തിൽ കേസുകളും പോലീസ് മർദ്ദനവും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെ ഇതിനെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. ഇനി ഇത് ഭരണം തലസ്ഥാന നഗരത്തിലെ 10 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങൾ ഭരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ കൈകളിൽ ഏൽപ്പിക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ഇവിടെ മാനത്ത് മഴ കറുത്താൽ നിരവധി തോടുകൾ ഒരുപക്ഷെ കടൽ പോലെ അല്ലെങ്കിൽ കായൽ പോലെയൊക്കെ മാറുന്ന അവസ്ഥയാണ്. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഫലപ്രദമായിട്ടുള്ള ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ തമ്മിലുള്ള പരസ്പരം വകുപ്പ് ഏകോപനം ഉണ്ടാകാതെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എസ്റ്റിമേറ്റ് എടുത്തുകൊണ്ട് ആ ഫണ്ടുകളെ വിനിയോഗിക്കും. നമുക്കറിയാം തലസ്ഥാന നഗരത്തിൽ നിന്ന് കാണുന്ന സൗന്ദര്യവൽക്കരണം, നമുക്ക് കഴക്കൂട്ടത്തായാലും അതുപോലെ തന്നെ കഴക്കൂട്ടം മുതൽ കാരോട് വരെ കാണുന്ന ഹൈവേയുടെ വികസനം, അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി നമ്മുടെ വഴുതക്കാട് ഭാഗത്ത് കാണുന്ന മനോഹരമായിട്ടുള്ള ആ റോഡിൻ്റെയും സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ടുള്ള ലൈറ്റും പൂന്തോട്ടവും ഒക്കെയുള്ള അന്ന് നഗരം കാണുന്ന സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഫണ്ട് കേന്ദ്രത്തിൻ്റെ ഫണ്ടാണ്. അത് സ്മാർട്ട് സിറ്റിയുടെ ഫണ്ടാണ്. ആ സ്മാർട്ട് സിറ്റിയുടെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ ഓടുന്ന ഇലക്ട്രിക് ബസ് വരെ ഇന്ന് KSRTCക്ക് സമ്മാനിച്ചിട്ടുള്ള നഗരസഭയുടെ ഏൽപ്പിച്ചിട്ടുള്ള 1400ഓളം കോടി രൂപയുടെ സ്മാർട്ട് സിറ്റിയുടെ ഫണ്ടാണ്. സ്മാർട്ട് സിറ്റി ഫണ്ട് പോലും ഇവർക്ക് ഫലപ്രദമായ കാഴ്ചപ്പാടില്ലാത്ത തരത്തിലേക്ക് ഒരു വർഷങ്ങളോളം നീണ്ടുപോയി. അത് വേഗത്തിൽ പണി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ കുഴികളിലൊക്കെ മണ്ണ് വെട്ടിയിട്ടുകൊണ്ടുള്ള സമര പോരാട്ടങ്ങൾക്കും കൗൺസിലർമാർ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ആ സമരങ്ങളിലൊക്കെ കൗൺസിലർമാർ പങ്കാളികളായിട്ടുണ്ട്. അതൊക്കെ തന്നെ ഈ നാട്ടിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വമില്ലായ്മയും ഒരുപക്ഷെ ഭരണത്തിൻ്റെ തലപ്പത്തിരുന്നു കൊണ്ട് കാഴ്ചപ്പാടില്ലാത്ത സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമാണ് എന്ന് ഞങ്ങൾ നിരന്തരമായി പറയുമ്പോൾ അവർക്ക് നിഷേധിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ അവരുടെ പാർട്ടിയിലെ മുതിർന്ന സഖാക്കൾ ഞങ്ങളുടെയൊക്കെ സമരങ്ങൾ ആവശ്യകതയുള്ളതാണ്, ജനങ്ങൾ അംഗീകരിക്കപ്പെടേണ്ടതാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പാർട്ടി സഖാക്കൾ പോലും മൗനത്തോടെ പറയുന്ന ഒരു സമര പോരാട്ടത്തിൻ്റെ അവസാനത്തെ ദിവസങ്ങളാണ് പിന്നിടുന്നത്. അനന്തപുരി എന്ന് പറയുന്ന വികസിത അനന്തപുരിക്ക് ബഹുമാനിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ തുടക്കം കുറിച്ച ആ നാമധേയത്തിൽ നിരവധി പദ്ധതികൾ, നിരവധി പ്രോജക്റ്റുകൾ ഒക്കെ തന്നെ പ്രധാനമന്ത്രിയെ ഉൾപ്പെടെ കൊണ്ടുവരുമെന്ന് തലസ്ഥാന നഗരത്തിലെ ജനങ്ങൾക്ക് വാക്ക് കൊടുത്തിട്ടുള്ള ഒരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. അത് വാക്ക് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അക്ഷരാർത്ഥത്തിൽ പ്രധാനമന്ത്രി വന്ന് ഇവിടുത്തെ കാര്യങ്ങൾ പ്രഖ്യാപിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അനന്തപുരിയിൽ താമരയുടെ പരിമളവും സുഗന്ധവും അതിൻ്റെ പ്രബുദ്ധതയും ഒക്കെ നിറയട്ടെ എന്ന് ആശംസിക്കുന്നു.